നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു. നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു. നവ്യമാക്കുന്നു നിൻ യൗവനമിന്നും. നവ്യമാക്കുന്നു നിൻ യൗവനമിന്നും. വാഴ്ത്തുക നീ മനമേ എൻ പരനെ. വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നീ മനമേ പരനെ. വാഴ്ത്തുക നീ മനമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ഒരു വചനം 119 സങ്കീർത്തനം അതിൻ്റെ 38 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ആമേൻ. ഒരു ഭക്തന്റെ പ്രാർത്ഥനയിലെ ഒരു പദമാണ് നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയൻ്റെ മേൽ നിവർത്തിക്കണമേ. അപ്പോൾ എൻ്റെ മേൽ ഭക്തി വർദ്ധിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ആമേൻ. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്. നമുക്കെല്ലാം ലഭിക്കുന്നത് എല്ലാറ്റിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. നമുക്ക് സൗഖ്യം ലഭിക്കുന്നത് സൗഖ്യത്തിൻ്റെ വചനം നമ്മുടെ മേൽ നിവർത്തിക്കുമ്പോഴാണ്. നമുക്ക് ആരോഗ്യം ലഭിക്കുന്നത് ആരോഗ്യത്തിൻ്റെ വചനം നമ്മളിൽ നിവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ അതിൽ നിന്ന് കർത്താവ് പറയുന്നൊരു കാര്യം, നമ്മുടെ ആവശ്യത്തിനുള്ള വചനം നമ്മൾ കണ്ടെത്തണം. 2, നമ്മൾ പ്രാർത്ഥിക്കണം ആ വചനം എന്നിൽ നിവർത്തിക്കണം. അവിടെ ഒരു നല്ല പദം കിടക്കുന്നു, വർദ്ധിപ്പിക്കുന്ന. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇല്ലാത്തതിനെല്ലാം വർദ്ധിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞൊരു വാക്കില്ലേ, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ആമേൻ. സദൃശവാക്യം പറഞ്ഞിരിക്കുന്നു, നിന്റെ വചനത്തിനകത്ത് നിന്നാണ് എനിക്ക് ജീവനും സൗഖ്യവും ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവവചനത്തിൽ നിന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നൊരു കാര്യം, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനോട് ദൈവവചനം എന്തു പറയുന്നു ആ വചനത്തെ നിങ്ങൾ എടുക്കുക, കണ്ടെത്തുക. 2, നിങ്ങളതിനെ ഭക്ഷിക്കുക. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഇതെൻ്റെ മേൽ നിവർത്തിക്കണമേ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്കില്ലാത്തതെല്ലാം വചനം നിങ്ങളുടെ അകത്ത് കൊണ്ടുവരും, വർദ്ധിപ്പിക്കും. ഇന്നത്തെ ദിവസം ഒരു ദൂതാണിത്. വർദ്ധിപ്പിക്കും, നിവർത്തിക്കും. ദൈവവചനം വർദ്ധിപ്പിക്കും, നിവർത്തിക്കും. അത് നിങ്ങളുടെ ഭക്തി മാത്രമല്ല, അത് നിങ്ങളുടെ സൗഖ്യം മാത്രമല്ല, അത് നിങ്ങളുടെ സമ്പത്ത് മാത്രമല്ല, അത് നിങ്ങളുടെ വിശുദ്ധ ജീവിതം മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏതൊട്ട് ഇസഡ് വരെയുള്ള സകല കാര്യങ്ങളും ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ വചനം പറയുമ്പോൾ കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ലൈഫിലൊരു വർധനവിൻ്റെ സമയമാണ്. ആമേൻ. ഈ ഇസഹാക്ക് തരിശ് നിലത്ത് വിതച്ചു. വിതയെന്ന് പറയുന്നത് തന്നെ അതിനകത്തോട്ട് നോക്കുവാണെങ്കിൽ യേശു പറയുന്നുണ്ട്, വചനം വിതച്ചു. അപ്പോൾ ഇസഹാക്ക് ഒന്നുമുണ്ടാകാത്ത സ്ഥലത്ത് വിതച്ചു, പക്ഷെ ദൈവം അവന് 100 മേനി കൊടുത്തു. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ, അതിൻ്റെ താഴോട്ട് വരുമ്പോൾ വീണ്ടും പറയണ ദൈവം അവനെ വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് അവൻ രഹബോത്ത് എന്ന് പേരിട്ടു. നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ നാളിൽ ഒത്തിരി ശൂന്യതയും ഇല്ലായ്മകളുമായിരുന്നെങ്കിൽ കർത്താവ് പറയുന്നു വർദ്ധിപ്പിക്കും. നിങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് തരുന്നൊരു സൊല്യൂഷനാണ് ദൈവത്തിൻ്റെ വചനം. ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന വചനം, വിശുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന വചനം, സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്ന വചനം, സൗഖ്യത്തെ നൽകുന്ന വചനം നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾ ഭക്ഷിക്കുക. അതുവഴി നിങ്ങളുടെ ജീവിതം മാറട്ടെ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ വചനം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവം അവൻ്റെ ലൈഫിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ
അവനെ വചനത്തിലേക്ക് ദൈവം നടത്തും. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്ഥലത്തും ദൈവവചനം അവനോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ അവന് വചനം കിട്ടും. ആമേൻ. അവന് വചനത്തിലേക്കൊരു ദാഹം കിട്ടും. വചനത്തിലേക്കൊരു ദാഹം ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം അവനെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്, അവനെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, അവനെ ദൈവം അത്ഭുതമാക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കാൻ കാണിക്കുന്ന ഈ ഒരു മനോഭാവം തന്നെ നിങ്ങളുടെ സ്ഥിതി മാറും എന്നതിൻ്റെ ഒരു ഉറപ്പാണ്. ഗ്ലോറി ടു ഗോഡ്. ഞങ്ങളൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്ന് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ചൈതന്യം നൽകും, ഞങ്ങളെ വർദ്ധിപ്പിക്കും. കർത്താവ്, ഞങ്ങൾക്ക് ആരോഗ്യം നൽകും, ഞങ്ങൾക്ക് സമ്പത്ത് നൽകും, ഞങ്ങൾക്ക് വിശുദ്ധി നൽകും. കർത്താവെ, ഞങ്ങൾക്ക് വചനത്തെ അങ്ങ് അധികമായി നൽകണമേ. പരിശുദ്ധാത്മാവെ, വചനത്തെക്കുറിച്ച് കർത്താവുള്ള മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാ, വചനത്തിലുള്ള ദാഹം തരണമേ. പരിശുദ്ധാത്മാ, വചനത്തെ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവേ, നീ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും കർത്താവെ വചനത്തിനായുള്ള ഒരു ദാഹം അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, അവരുടെ ജീവിതത്തിൽ ഒരു വർധനവിനെ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങനെയുള്ള ഭക്തി കർത്താവെ വർദ്ധിക്കുമാറ് അങ്ങയുടെ വചനത്തെ ഞങ്ങൾ നിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. കർത്താവെ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വചനം മറക്കല്ല്. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. സ്തോത്രം. 2, ദൈവം നിവർത്തിക്കാൻ പോകുന്നു. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ വർധനമുണ്ടാകും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സൗഖ്യത്തിന് വേണ്ടി, ഒരു സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കൈകളെ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഉറപ്പായിട്ടും സൗഖ്യം ദൈവം നിങ്ങൾക്ക് നൽകും. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തിൻ്റെ കെട്ടുകൾ മാറട്ടെ. ഈ വചനത്തിന് മുമ്പിൽ കർത്താവേ, ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് അവരുടെ സമയമാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം മാറട്ടെ, ആ രോഗശക്തി മാറട്ടെ. ശരീരത്തിൽ കാണുന്ന ആ രോഗത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഇപ്പോൾ ഇവരുടെ ശരീരത്തിൽ സൗഖ്യം നടക്കട്ടെ. കർത്താവേ, അസ്ഥിരോഗങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവേ, നേർവ് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഏത് രോഗത്താലാണ് അവർ ഭാരപ്പെടുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവർ സൗഖ്യമാകട്ടെ. അവർ ആരോഗ്യത്തോടെയും സമൃദ്ധിയോടെയും, കടങ്ങൾ മാറിയും, കർത്താവെ രോഗങ്ങൾ മാറിയും, കുടുംബ പ്രശ്നങ്ങൾ മാറിയും അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. അവർ ദൈവത്തിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനായി നന്ദി. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷലോം.